വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഷാനുഷാജി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്പൈസി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, അതുപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയില, 1 സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് റവ കറക്റ്റ് എടുത്തിട്ടില്ല, 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4 കപ്പ് റവ, അതുപോലെ തക്കാളി ഞാൻ ചെറിയ 2 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. അതുപോലെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ചെറുതാക്കി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ മല്ലിയിലയും അതുപോലെ പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ഇതൊക്കെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതായത് നമുക്ക് എക്സ്ട്രാ വെജിറ്റബിൾസ് ചേർക്കാം, ക്യാബേജ് ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് സെറ്റായി, നമ്മൾ റവയാണല്ലോ, അപ്പോൾ റവ ഒന്ന് സ്മൂത്താവാൻ, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ചുടുവെള്ളം കൊണ്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം ചെയ്യരുത്, ചൂടുവെള്ളം തന്നെ എടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ചൂടുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചൂടുവെള്ളം ചേർന്ന് നമുക്കിതൊരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ആക്കിയിട്ട് ഇതാ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി മതി. നല്ല ലൂസ് വേണ്ട, എന്നാൽ നല്ല തിക്കും വേണ്ട, ഒരു മീഡിയം സൈസ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫ്ലെയിമിൽ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് എന്നാലും ബ്രഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ചൂടാക്കിയിട്ട് നമ്മുടെ ഓരോ ഉണ്ണിയപ്പത്തിൻ്റെ ഓരോ കുഴിയിലും ഓയിലോ വെളിച്ചെണ്ണയോ എന്താ വെച്ചാൽ അത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഓരോ കുഴിയിലേക്കും ഓരോ സ്പൂൺ വീതം നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് ഇത്ര വേണ്ട എന്നുണ്ടെങ്കിൽ ഓരോ കുഴീൻ്റെയും ഹാഫായിട്ട് ഫില്ല് ചെയ്താൽ മതിയാവും. ഞാനിവിടെ 1 സ്പൂൺ ഫുൾ എടുത്തിട്ട് കുഴി ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാ കുഴിയിലും നമ്മുടെ മാവ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. മേൽഭാഗം ഒന്ന് കുക്കായി വരാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ എല്ലാതും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് ഉണ്ടാവുക. പക്ഷെ നമുക്ക് തീർന്നിട്ടില്ല. ഇതിങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഞാനിവിടെ ഒരു വെറൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി അതിൽ ഒരു നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതിലേക്ക് 5-6 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു തക്കാളി, 1-2 എടുക്കാം. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് ആക്കി എടുക്കണം. ഓക്കെ. അപ്പോൾ ഇനി ഒരു പാൻ അല്ലെങ്കിൽ ഒരു കടായി എന്താ വെച്ചാൽ അത് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർക്കാം. ഇനി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ കടുക് കേട്ടോ, അതുപോലെ 1/2 ടീസ്പൂൺ ജീരകം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ടൊമാറ്റോ പേസ്റ്റ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടി അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാലയും ഒക്കെ നന്നായിട്ട്, നമ്മുടെ ഈ ഒരു പേസ്റ്റ് ടൊമാറ്റോ പ്യൂരി ഒക്കെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
അപ്പോൾ ഇനി ഈ നമ്മൾ ഇവിടെ കാശ്മീരി ചില്ലിയും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വെറ്റ്നെസ് ഉണ്ടല്ലോ, ഒരു വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് വലിഞ്ഞോട്ടെ, നന്നായിട്ട് ഡ്രൈ ആവണ്ട, ഒന്ന് വലിഞ്ഞോട്ടെ. കാരണം നമ്മൾ അതിൽ ടൊമാറ്റോൻ്റെ വെള്ളം ഉണ്ടാവും, തക്കാളിയുടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞോട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് സ്റ്റേജിനോട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ആ ഉണ്ണിയപ്പച്ചട്ടി അങ്ങനെ സ്നാക്ക് അങ്ങനെ കഴിക്കാം. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്തിട്ട് കഴിക്കാം. പക്ഷേ ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം, അത്രയ്ക്കും ടേസ്റ്റാണ്. നല്ല ഹെവി ആയിട്ടുള്ള സ്പൈസ് ഒന്നല്ല, ഒരു മീഡിയം സ്പൈസാണ്. സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ സ്പൈസൊക്കെ കൂട്ടാം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഇതൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക കേട്ടോ. കണ്ടില്ല, നല്ല സോഫ്റ്റ്, നല്ല ചൂട് ആവി പരക്കണ 4 മണി ചായക്കടി വേണ്ടേ. അപ്പോൾ ഇത് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഞാനിതിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. അതിന് മേലെ കുറച്ച് മലയിലൊക്കെ ചേർത്ത് നല്ലതായി സെർവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാം, സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളിത് ഓൾറെഡി ഒരു ടൊമാറ്റോ പ്യൂരിയുടെ കൂടെ ഒക്കെ സെറ്റാക്കി വരുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എല്ലാവരുടെ ഓരോ അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോയിൽ പുതുപുത്തൻ റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ടേക്ക് കെയർ, ബൈ ബൈ.